ഇതെൻ്റെ ശരത്തേടൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. ആളുടെ മാമന് 6 പെങ്ങന്മാരും ഒരു അനിയനാണുള്ളത്. ഇന്ന് എല്ലാവരും കൂടി കൂടുന്നൊരു ദിവസമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ മാമൻ്റെ 6 പെങ്ങന്മാരും അനിയനും അവരെ ഭർത്താക്കന്മാരും അവരെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയാണ് കേട്ടോ ഇന്ന് കൂടുന്നത്. സാധാരണ ഇവിടെ എല്ലാ ഫംഗ്ഷനും എല്ലാവരും ഒരുമിച്ചുണ്ടാവും. ഇവരുടെ ഈ ഐക്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരെ വീട്. ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനും എല്ലാവരും വരാറുണ്ട്. അപ്പം എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഓടി വരാറുണ്ട്. വീടൊക്കെ അടുത്താണെങ്കിലും ഞങ്ങളുടെ ലവ് മാരേജ് അല്ല കേട്ടോ. എല്ലാവരും അതാണ് ഇനി ചോദിക്കാൻ പോകുന്നത്. അല്ല സ്ട്രിക്ട്ലി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. ഇതാണ് ഞങ്ങളുടെ ശീലക്കുട്ടി മേമ്മ. ഇവിടുത്തെ ഏറ്റവും നല്ല കുക്കുകളിൽ ഒരു കുക്കാണ്. എല്ലാവരും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാനാണെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ള ആളും. ആ ഇളക്കുന്ന ആളാണ് ഇവിടുത്തെ നെടുന്തൂൺ. വല്യമ്മയുടെ മോളാണ്. ഇവിടുത്തെ മാമൻ്റെ മരുമോളും കൂടിയാണ് കേട്ടോ. ഇപ്പോഴും എല്ലാവരും ഇതുപോലെ കൂടാൻ കാരണം ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഒരു വീട്ടിൽ ഒരു നാത്തൂനെ തന്നെ സഹിക്കാൻ പറ്റാത്ത കാലത്താണ് ഇപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ അമ്മായിമാരും അവരെ മക്കളും മരുമക്കളും എല്ലാവരും വരുന്നത്. അത് ചേച്ചിയുടെ മേമയും മക്കളും എല്ലാവരും ആയതുകൊണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയായാലും ചേച്ചിക്ക് എത്ര വയ്യെങ്കിലും എല്ലാവരും ഒരു പരിഗണിക്കുന്ന ഒരു രീതി, ആ വിളമ്പി കൊടുക്കുന്ന രീതി, വയറ് നിറയും ആ ഒരു രീതി കാണുമ്പോൾ തന്നെ. അങ്ങനെ ഒരാളാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ. ചേച്ചിയുടെ പേര് വിജിത എന്നാണ് കേട്ടോ. ചേച്ചിയുടെ വീടൊക്കെ പൊന്നാനിയിലാണ്. ഈ കഥയുടെ ഇടയിൽ കൂടെ നമ്മുടെ കറിയൊക്കെ റെഡിയാവുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് സവാളയൊക്കെ വാടി ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഏകദേശം സെറ്റാവും. ഇത് വിഷുവിൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണ്. എനിക്കിപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകരണവും പരിഗണനയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു മരുമക്കൾക്കും ഇത്രയൊരു പരിഗണനയും കിട്ടില്ല എന്ന്. എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു തവണ എനിക്ക് വയറുവേദന വന്നു. പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും ഇവിടെ നിറഞ്ഞു. എന്നെ അങ്ങനെ എത്ര പെട്ടെന്നാണ് അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതൊന്നും ഞാൻ മറക്കേയില്ല. ചിക്കൻ കറി റെഡിയായി. ഇതേ നമ്മൾ ഇനി നമ്മുടെ ബിരിയാണിയുടെ പണിയിലേക്കാണ്. ചേച്ചി തീ അരിയൊക്കെ കഴുകുന്നുണ്ട്. വെള്ളമൊക്കെ തിളച്ചിട്ട് ഇപ്പോൾ നമ്മൾ അരി അതിലിടും. ഇവരൊക്കെ ഇത്ര നന്നായിട്ട് ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് ഇപ്പം എനിക്ക് പുറത്തുള്ള ഫുഡിനേക്കാളും ഇതാണ് ഇഷ്ടം ഉണ്ടാവുക. പിന്നെ മന്തി ഒന്നും ഇവരുണ്ടാക്കാത്തത് കൊണ്ട് മന്തി മാത്രമേ ഞാൻ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ അരിയൊക്കെ വെന്തിട്ട് ചേച്ചി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല മണമായിട്ടുണ്ട്. ഇനി ആവശ്യമായ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കാൻ പോവാണ്. ചേച്ചി ഇരുന്ന് വറക്കുന്നുണ്ട്. വറുത്ത് കഴിഞ്ഞു, കോരിയെടുക്കുന്നു. അണ്ടിപ്പരിപ്പ് 2 ചെറിയ പാക്കറ്റേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ലൂസ് ഉണ്ടായിരുന്നില്ല കടയിൽ. ഇനി ആ സവാള കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഒരാൾ കഷ്ടപ്പെട്ട് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ശീലക്കുട്ടി മേമ്മയാണ് ഉണ്ടാക്കിയത്. കണ്ടോ, ഈ ചിക്കൻ കറിയൊക്കെ ഉണ്ട്. എന്നാലും ആളുടെ ഇഷ്ടത്തിന് മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള മല്ലിയിലൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചേച്ചി ദമ്മിടാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ റൈസൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് കറിയുടെ ഗ്രേവി ഒഴിക്കുന്നുണ്ട്. അതൊഴിച്ചിട്ട് ഇനി നെയ്യ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുന്നതാണ്. പിന്നെ കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ച മല്ലിയിലൊക്കെ ഇട്ടു. ഇനി ഇതിൽ കുറച്ച് പാൽ കൂടിയാണ് ഒഴിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് കണ്ടതാട്ടോ. ഞാനിത് സാധാരണ കഴിക്കണ നേരത്താണ് എത്താറ്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെയും ഇതേ സ്റ്റെപ്പൊക്കെ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ ചേച്ചി അടച്ചിനി ദമ്മിടാൻ പോവാണ്. ഈ വീട്ടിൽ ഞാൻ പിന്നെ കണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ എല്ലാവർക്കും എന്ത് വിഷമമായിരിക്കും എന്നറിയോ. പൈസയൊക്കെ കൊടുത്ത് സഹായിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും കൂടി ഒരു സമാധാനിപ്പിക്കലുണ്ട്. അതൊക്കെ എന്തൊരു നല്ല കാര്യമാണെന്നറിയോ. ശരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാണ്ടായപ്പോഴാണ് നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കന്ന് മനസ്സിലായത്. അതൊക്കെ ഓർക്കുമ്പോഴാണ് ഇതൊക്കെ എന്ത് വലിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവും വിജയ ചേച്ചിയും കൂടി അതെല്ലാം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട വിജയ് ചേട്ടൻ, അതായത് ചേച്ചിയുടെ ഭർത്താവ്, ഞങ്ങളെ മൂത്ത ചേട്ടൻ, ആൾ കനലൊക്കെ കോരിയിട്ടിട്ടുണ്ട്. ഇളയച്ചനും മോനും പടക്കൊക്കെ പൊട്ടിക്കുകയാണ്. ഇതൊരു വിഷു സമയമായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഗീതമ്മ പപ്പടമൊക്കെ വറക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുഞ്ഞനിയത്തി ശീലക്കുട്ടി പപ്പടമൊക്കെ കട്ട് കഴിക്കുന്നുണ്ട്.
നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിരിക്കുന്നു. നല്ല മണം, കൊതിയാകുന്നു. എന്നതാ ചേച്ചിയും മൊബിയും കൂടിയും അതൊക്കെ ഇറക്കി വെച്ചു. ചേച്ചി ഇതാ പാത്രത്തിലേക്ക് ഇടുന്നു. ചോറിനാറായി, ഞങ്ങൾക്ക് വിശന്നിട്ടും വയ്യ. ചിക്കനൊന്നുമില്ല, അത് കണ്ടിട്ടുള്ളൊരു കൊതിയാണ്. ഇതാണ് എൻ്റെ ചോറും കറിയും. എന്ത് രസമാണെന്നറിയോ? അയ്യോ കൊതിയാവുന്നു. പപ്പടം വന്നു, സലാഡ് വന്നു. അതാണ് നമ്മുടെ പിള്ളേർ സെറ്റ്, ചേച്ചിമാർ മക്കൾ. ഇതാ ഞങ്ങളുടെ മക്കൾ. എൻ്റെ മൂത്തത് അച്ഛമ്മ വാരി കൊടുക്കണം. ചേട്ടനും ഇളയച്ചന്മാരും. ഇത് മാമനാണ്, ഇത് ഇളയച്ചനും. അത് നമ്മുടെ ഗിരിജമ്മയുടെ മോൻ പ്രണവാണ്. അവൻ കണ്ടില്ലായിരുന്നു വീഡിയോ എടുക്കണത്. സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. ഇതാണ് നേരത്തെ നമ്മുടെ മൊബി. ഇത് ശീലമ്മയുടെ മോൻ ആദു. ഇത് പ്രണവിൻ്റെ അനിയനാണ് പ്രവി. ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ വൈജി ചേട്ടൻ. നീ ഇത് യൂട്യൂബിലിടുമെന്നും പറഞ്ഞത് തലയൊക്കെ തിരിച്ച് മറച്ചൊക്കെ പിടിക്കുന്നുണ്ട്. ഇതാ ചേട്ടൻ്റെ അനിയൻ. എപ്പോഴും ഫോൺ വേണം. ഇതാ നമ്മുടെ കച്ചമ്പർ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇത് നമ്മുടെ ബേബി മേമയുടെ മോളുടെ കുട്ടിയാണ്, ദക്സ്വിൻ. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ ഇപ്പോൾ എത്തിയിട്ടില്ല. അവർക്ക് വേറൊരു ഫങ്ഷൻ ഉള്ളായിരുന്നു, രാത്രി എത്തുള്ളൂ. ഇതാണ് ദക്സ്വിൻ്റെ ചേച്ചി ധനിഷ്ഠ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയം അത് വളരെ ഒരു സന്തോഷം നിറഞ്ഞതാണ്. ഇത് ഞങ്ങളുടെ വല്യമ്മമാർ. വല്യമ്മയുടെ അപ്പുറത്തിരിക്കുന്നത് ഷിൽജി ചേച്ചി, ശൈല വല്യമ്മയുടെ മകളാണ്. ഇതാ ഞാനും എൻ്റെ ഭർത്താവും. പാവം ചേട്ടന്മാരൊക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിലും എൻ്റെ കൂടെ ഇരിക്കുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയാണ്. അത് ബേബി വേമ, നമ്മൾ വേറൊരു കുക്കാണ്. ഇവിടെ എല്ലാവരും നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. ആ കസാരയിലിരിക്കുന്നത് ഞങ്ങളുടെ മാമൻ്റെ ഭാര്യയാണ്. മാമൻ മരിച്ചുപോയി, എന്നാലും ഇവിടെ എല്ലാവരും കൂടാറുണ്ട്. ഇത് ശീലക്കുട്ടി മാമിൻ്റെ മോള്. അപ്പുറത്തിരിക്കുന്നത് നന്ദന, അവളുടെ മക്കളാണ് ദക്സുവിനും ധനിഷ്ഠയും. എൻ്റെ അമ്മായിമ്മ. ഇതാണ് നമ്മുടെ വിജയ ചേച്ചി, ശീലക്കുട്ടി മാമ. ഇവരെല്ലാവരെയും കണ്ടിരുന്നല്ലോ. ഇത് വല്യമ്മയുടെ മോള്, ആളുടെ മോള്, ആളുടെ ഭർത്താവ്. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞിട്ടാണ് വിഷുക്കട്ടി ഉണ്ടാക്കാൻ പോവായിരുന്നു. വിഷുക്കട്ട ചേച്ചിയും മേമയും കൂടിയും അടുപ്പത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇളക്കി ഇളക്കി അരി വേവിച്ചതും നാളികേരപ്പാലും അതൊക്കെ കൂട്ടി ഇളക്കി വെക്കുകയാണ്. അങ്ങനെ ഇളക്കി 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 കുറച്ചൊന്നായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമുമൊക്കെ ഇട്ട് ഒന്നുകൂടി ഇളക്കി. ഇത് നാളികേരത്തിൻ്റെ തൻപാലാണ് കേട്ടോ അടുത്തതിട്ടത്. അങ്ങനെ ഒഴിച്ച് എൻ്റെ അമ്മായിമ്മയെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അമ്മയുടെ കൈ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവ് ഇലയൊക്കെ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വന്നത് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി അമ്മ ഇതിലേക്ക് ഇങ്ങനെ പരത്തി വെക്കാൻ പോവാണ്. എനിക്കിത് എന്തോ ഇഷ്ടമല്ല, പക്ഷെ എല്ലാവരും ഇത് ഭയങ്കര ഇഷ്ടത്തോടെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. എപ്പോഴും വിഷു എന്ന് പറയുമ്പോൾ വിഷുക്കട്ട സ്പെഷ്യലാണല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഞാനിതുവരെ കഴിക്കാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ ഭർത്താവിനും ഇത് വലിയ താല്പര്യമില്ല എന്നും പറഞ്ഞു. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയായിട്ട് വയ്യായിരുന്നു. ചേച്ചി ഇതേ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും ഇത് കഴിക്കാൻ കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് കഴിച്ച് നോക്കാം, പക്ഷെ എനിക്ക് മനസ്സ് വന്നില്ല. കുറച്ച് നേരം കൂടി ഇരുന്നാലാണ് ഇത് കട്ടയാവുക. അതിനുള്ള ക്ഷമ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് കഴിച്ച് തുടങ്ങാണ്. ഷിലി ചേച്ചി നല്ല റിവ്യൂ ഒക്കെ തരുന്നുണ്ട്. ഇനി അടുത്തത് മേമ കഴിക്കാൻ പോവാണ്. മേമയും നല്ല രീതിയിലാണ് പറഞ്ഞത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല സന്തോഷത്തോടെ കഴിക്കുകയാണ്. കുഞ്ഞിനെന്തേ അവനും നല്ല ഇഷ്ടമായി, അവനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ കാണാതെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും ഇടല്ലേട്ടാന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ, നമുക്കിതൊരു സന്തോഷം തന്നെയല്ലേ. ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വരികയാണ്. വൈകിട്ടായപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് തന്നെ മേമ വന്നു. ഇനി പായൊക്കെ വിരിച്ച് കുഞ്ഞുങ്ങൾ ഉറക്കി. ഇനി ബാക്കിയുള്ളവരും കൂടിയും കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളെ വീട്. ബൈ.